ഷെയ്ഖ് ഹസീനയുടെ കഴുത്തിൽ തൂക്കുകയറിടാൻ യൂനസിനും പാകിസ്ഥാനും അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവരിങ്ങനെ വധശിക്ഷ വന്നപ്പോൾ തന്നെ ഇന്ത്യ കൈമാറണം ഷെയ്ഖ് ഹസീനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷേ ആ കയർ നേരെ തിരിച്ച് യൂനസിന്റെ കഴുത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ സർ? തീർച്ചയായിട്ടും ശരിയാണ്. കഴുത്തിൽ കുരുക്ക് മുറുകിയിരിക്കുകയാണ്. ഇനി അതൊന്ന് വലിച്ചാൽ മതി, അതോടെ തീരും. ഇത് വാസ്തവം എന്താണെന്നറിയാമോ? ഈ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിരണം, അതായത് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ എന്നൊന്ന് പറയുന്നത് ICT എന്നാണ് അതിന്റെ പേര്, ധാക്ക. അതിന് ഐക്യരാഷ്ട്രസഭയായിട്ടൊരു ബന്ധവുമില്ല. നമ്മളെല്ലാവരും തട്ടിക്കൂട്ട് സംഭവമാണ്. അവര് വിചാരിച്ച ഇന്ത്യ ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. അവരുടെ വധശിക്ഷ എന്ന് പറയുന്നത് മുഹമ്മദ് യൂനസിന്റെ വലിയൊരു സ്വപ്നം മാത്രം, ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം. ഇന്ത്യ വിട്ടുകൊടുക്കില്ല. ഇന്ത്യയോട് എന്നാൽ യുദ്ധം ചെയ്ത് വാങ്ങിച്ചോണ്ട് പോകും, ചുണയുണ്ടെങ്കിൽ അത് ചെയ്തു. ഇത് നടക്കാനേ പോകാത്ത ഒരു കാര്യമാണ്, നേരത്തെ തന്നെ അറിയാം. ഇതാ നോക്കൂ, ഇപ്പോൾ അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വന്നിട്ടുണ്ട്, ഇന്നലെ വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു ഡിമാൻഡ് പോലും ഇതുവരെ അദ്ദേഹം വെച്ചിട്ടില്ല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ വിവരം എന്താണെന്ന് അറിയാം. മിണ്ടാതെ പോയി ഇപ്പം ഒരു വാൺ ചെയ്യും, അജിത് ഡോവൽ പറയും ഇനി ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്, വഴക്കിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇയാളുടെ മറ്റേയുടെ കഴുത്തിൽ കുരുക്ക് മുറുക്കാനുള്ള എല്ലാം ഞങ്ങൾ ചെയ്യും, ഒന്ന് മര്യാദയ്ക്ക് വയ്ക്കൂ. ഈ കാര്യം നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, മാധ്യമങ്ങളോട് പറയും എന്നൊരു വിരട്ടും വെട്ടിയാ വിട്ടിരിക്കും. ഇനി ഇതല്ല, ഇവിടെ വലിയൊരു അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണ്, അറിയാമല്ലോ ബംഗ്ലാദേശിൽ. അവാമി ലീഗ് ഇല്ലാതായിട്ടൊന്നുമില്ല, മോസ്റ്റ് പോപ്പുലർ പാർട്ടിയായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. ഈ മുഹമ്മദ് യൂനസിന് ഈ നൊബേൽ സമ്മാനം വാങ്ങിച്ചു കൊടുത്തത് അമേരിക്കയാണെന്ന് പറയുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് അതിന് കാരണമായി പറയാനുണ്ട്, അത് ഗ്രാമീൺ ബാങ്കാണ്. എന്തുകൊണ്ട്? ആ ഗ്രാമീൺ ബാങ്ക് തകർത്തു ബോംബ് വെച്ചിട്ട്. ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അതിനുള്ള ശക്തി അവർക്കുണ്ട്. ബോംബ് വെച്ച് ഗ്രാമീൺ ബാങ്ക് തകർത്തു എന്ന് മാത്രമല്ല, മുഹമ്മദ് യൂനിസിൻ്റെ ആസ്ഥാനത്ത് വരെ ബോംബ് പൊട്ടിച്ചു. പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നിടത്തും പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ അവാമി ലീഗിൻ്റെ ഒരു പ്രതിനിധി, റെപ്രസെൻറ്റേറ്റിംഗ് അവാമി എന്നാണ് പറയുന്നത്, ഡോഫ്റ്റി സ്ട്രീറ്റ് ചേംബേഴ്സ് എന്നാണ് പേര്. ആ ചേംബേഴ്സ് എന്ന് പറയുന്ന ആള് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നുണ്ട്. അതാണ് ആധികാരികമായിട്ടും ഐക്യരാഷ്ട്രസഭ തെര്യപ്പെടുത്ത സംഘടന. അതാണ് ഈ സരോജോവായിലൊക്കെ നടന്ന കൂട്ടക്കൊലയ്ക്ക് അവിടുത്തെ മുൻ ഭരണാധികാരിയെ തൂക്കിലേറ്റിയത്. അവർക്കേ അതിന് അധികാരമുള്ളൂ, നമുക്കറിയാമല്ലോ. അത്ര ശക്തിയുള്ള ആ സംഘടനയിലേക്ക് ഈ പ്രോസിക്യൂട്ടർ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. ആർക്കെതിരായിട്ട്? ഹസീനയ്ക്കെതിരെ അല്ല, മുഹമ്മദ് യൂനസിനെതിരെ. എന്താ കാര്യം പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അവാമി ലീഗിൽപ്പെട്ട, അത് മാത്രമേ പരാതി പറയുന്നുള്ളൂ, 480 പേരെ കൊന്നിട്ടുണ്ട്. അതുകൂടാതെ പലരെയും ബലാത്സംഗം, റേപ്പ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റങ്ങൾ, അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം നടത്തി മുഹമ്മദ് യൂനിസാണ് ഉത്തരവാദി. കാരണം ഭരിക്കുന്ന ആളാണ് അവിടെ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് കേസ് പോയിരിക്കുകയാണ്. അതവർ പരിഗണനയ്ക്കെടുക്കും. ഇപ്പം ഈ വന്ന് നോക്കൂ, ഈ അവാമി ലീഗ് നേതാവായിട്ടുള്ള ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വന്ന കേസിൽ യാതൊരു വിധത്തിലുള്ള ഒരു പിന്തുണയും ഐക്യരാഷ്ട്രസഭയുടെ ഇല്ലെന്ന് മാത്രമല്ല, ഇത് വളരെ ഖേദകരമാണെന്നാണ് പറഞ്ഞത്. ഇന്ത്യയും അതുപോലെ പറയുന്നത് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള തീരുമാനമാണ് ഇതെന്നാണ് പറയുന്നത്. തന്നെയല്ല, ഇൻ ആബ്സെൻഷ്യ ആണ് വിധി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രതി ആരും അവർക്ക് പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഇതൊരു സാങ്ക്ടിഫിക്കേഷൻ ഇല്ല, ഇതൊരു തരത്തിലും സാങ്ക്ടിറ്റി ഇല്ലാത്ത ഒന്നാണ് ഈ വിധി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ തന്നെയാണ് എല്ലാ മാധ്യമപ്രവർത്തകരും ന്യായാധിപന്മാരും എല്ലാം പുറമെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷെ മറ്റേതങ്ങനല്ല, മുഹമ്മദ് യൂനസിനോട് വരാൻ പറയും, ശിക്ഷ വിധിക്കും. ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ എന്തുവാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വിധിച്ചു കഴിഞ്ഞാൽ ആ കോർട്ടിനെ അംഗീകരിക്കുന്ന എല്ലാ ഐക്യരാഷ്ട്രസഭ അംഗങ്ങളും അത് ഉത്തരവാദിത്തം നിർവഹിക്കാൻ ബാധ്യസ്ഥമാണ്. അതായത് മുഹമ്മദ് യൂനിസ് ആ ശിക്ഷ കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ മോളിൽ കൂടെ ഒന്ന് പറന്നാൽ വിമാനത്തിൽ, ഇപ്പോഴും ഇന്ത്യയുടെ എയർ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട് അതിലൂടെ പറന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ആ ഫ്ലൈറ്റ് തടസ്സപ്പെടുത്തി മുഹമ്മദ് യൂനിസിനെ ഇവിടെ ഇറക്കാം. ഇവിടെ പിടിച്ചിട്ട് ഒന്നുകിൽ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്, ചെയ്യാം. അങ്ങനെ അത് പേടിച്ചാണല്ലോ നമ്മളുടെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി
അമേരിക്കയിൽ പോയത് ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടാണ്, ലോകം ചുറ്റും വാലിബനായിട്ടാണ് പോയത്. പല രാജ്യങ്ങളും കാരണം അത് മാത്രമല്ല ICC അംഗങ്ങളാണ് പലരും. ബ്രിട്ടന്റെ മുകളിൽ കൂടെ പോകാൻ പറ്റില്ല. അത് അംഗീകരിച്ചിരിക്കുന്ന ഈ വിധി, ICCയുടെ വിധി അംഗീകരിച്ചിട്ട് യുദ്ധ കുറ്റവാളിയായിട്ട് വിചാരണ ചെയ്യും, ശിക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് കറങ്ങിയാണ് അദ്ദേഹം പോയത്, ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടാണ് പോയത്. എന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പോകാൻ പിന്നെ പ്രയാസമായിട്ട് തീരും. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വീണ്ടും പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദിയരെ മുസ്ലിങ്ങൾ അല്ലാതാക്കി കണക്കാക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് എതിരെ നടത്തുന്ന പോരാട്ടവും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനസ്. മുഹമ്മദ് യൂനസ് കേൾക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മാത്രമാണ്. മറ്റു പാർട്ടികൾ അവിടെ ഉണ്ട്, ഖാലിദാസിയയുടെ പാർട്ടിയുണ്ട്, NCP ഉണ്ട്, ധാരാളം പാർട്ടികളുണ്ട്. അവർ പറയുന്നതൊന്നും ഇദ്ദേഹം അംഗീകരിക്കുന്നില്ല. ആ പാർട്ടികളെല്ലാം പറഞ്ഞത് അവാമി ലീഗിനെ നിരോധിക്കരുത്. ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് പറഞ്ഞത് അവാമി ലീഗിനെ നിരോധിക്കണമെന്ന്. അത് ഇയാൾ കേട്ടു. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെയും അമേരിക്കയുടെയും ഒരു പാവ മാത്രമാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ അന്ത്യനാളുകൾ അടുത്തിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ അവാമി ലീഗ് പ്രതികാരം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകം എന്ന് പറയുന്നത്, കൊല എന്ന് പറയുന്നത് ഒരു കലയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആരാണ് പാതകമായിട്ട്, നമ്മൾ മറ്റു മതങ്ങളും അതൊരു പാപമായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു പുണ്യമായിട്ട് കണക്കാക്കുന്നത്. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കൊല കലയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊല കലയാക്കിയ ആൾക്കാരാണ് ലോകത്തെമ്പാടും ഉണ്ട്. നൈജീരിയ കണ്ടില്ലേ, അവിടുത്തെ ഒരു റാപ്പ് സിംഗർ പറഞ്ഞു ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യാനികളെയും കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അത് അവരുടെ ഒരു സമീപനത്തിന്റെ ഭാഗമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലും അതുകൊണ്ട് നടപ്പാക്കിയാണല്ലോ ചെങ്കോട്ടെ സ്ഫോടനം നടന്നത്. അത് വലിയ അഭിമാനപൂർവ്വം എന്തോ മഹത്തായ കാര്യമായിട്ടും ഒക്കെ വാഴ്ത്താൻ ഇവിടെ കുറെ ആൾക്കാരും ഉണ്ട്. നമുക്ക് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ മനോഭാവങ്ങളാണ്. ചെകുത്താനെയും ദൈവത്തെയും ചെകുത്താന്റെ DNA അല്ല ദൈവത്തിനുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ ആ രീതികളിൽ ചിന്തിക്കുന്നത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിരിക്കും, അത് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ നാളുകൾ തീർന്നിരിക്കുന്നു, ഏകദേശം തീർന്നിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന ഗവൺമെന്റ് ഇത് എൻഡോഴ്സ് ചെയ്യണമെന്നില്ല. ഇതാണ് പറഞ്ഞത്, തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഗവൺമെന്റ് നടത്തുന്ന ഇത് ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആരെ? ഷെയ്ഖ് ഹസീന പത്രങ്ങളോട് സംസാരിക്കാൻ സമ്മതിക്കരുതെന്നൊക്കെയാണ് അവിടുന്ന്. ഇയാൾ ആരവിടെ തീരുമാനിക്കാൻ? ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീന പറയുന്നതൊന്നും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുത് എന്ന് മാത്രമല്ല വിട്ടുകൊടുക്കണോ വേണ്ട നിന്നെ ഒരു കരാറുണ്ട് കേട്ടോ. നേരത്തെ ഒരു കരാറുണ്ട്. കുറ്റവാളികളൊക്കെ ഉണ്ടല്ലോ, യുദ്ധകാലത്തെ കുറ്റവാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കണമെന്ന്. പക്ഷേ ആ കരാറിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണെങ്കിൽ ആ കൈമാറ്റം ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഉറപ്പിച്ച് തന്നെ പറയാം, ഞങ്ങൾ വിട്ടുതരില്ല എന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ വിട്ടുതരാൻ പോകുന്നില്ല. അവിടെ ജനാധിപത്യം വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ അവാമി ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ അവർ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചേരും. അത് പേടിച്ചാണ് ആ പാർട്ടിയെ ഇല്ലാതാക്കിയത്. ആ പ്രക്രിയയിൽ പങ്കാളിത്തമില്ലാത്ത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് ഏകാധിപത്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈദി അമീനായി മാറിയിരിക്കുകയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനസ്.